വയനാട് സ്ഥാനാർത്ഥിത്വത്തെപ്പറ്റി പ്രതികരിക്കാതെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം. എല്ലാ ചോദ്യങ്ങൾക്കും നാളെ മറുപടി നൽകുമെന്ന് രാഹുൽ ഗാന്ധി. അതേസമയം 4 മണിക്ക് കോൺഗ്രസ് വീണ്ടും വാർത്താ സമ്മേളനം വിളിച്ചു. വിവരങ്ങളുമായി ശരത്ത് ചേരുകയാണ്. ശരത്ത്, ഇന്ന് നടന്ന വാർത്താ സമ്മേളനത്തിൽ യാതൊന്നും വയനാട് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് രാഹുൽ ഗാന്ധി പരാമർശിച്ചില്ല. മറിച്ച് വരുമാന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. ഇന്ന് 4 മണിക്ക് തന്നെ വീണ്ടും കോൺഗ്രസിന്റെ ഒരു യോഗം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. വാർത്താ സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി പ്രധാനമായും എന്താണ് പറഞ്ഞത്? ഒപ്പം തന്നെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉടൻ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാമോ? പ്രിയ, പ്രവർത്തക സമിതി യോഗത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രാഹുൽ ഗാന്ധി പോകുമ്പോൾ പ്രതികരണം നടത്തിയതിന് പിന്നാലെ തന്നെ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം അദ്ദേഹം നടത്തിയ വാർത്താ സമ്മേളനത്തിലും യാതൊരു കാരണവശാലും തൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള യാതൊരു പ്രതികരണത്തിനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് പ്രവർത്തക സമിതി യോഗത്തിന് മുൻപും ശേഷവും ഒക്കെ തന്നെ മാധ്യമപ്രവർത്തകർ ആവർത്തിച്ച് രാഹുൽ ഗാന്ധിയോട് ചോദ്യം ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിലും അതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ പ്രതികരിക്കാൻ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി തയ്യാറായില്ല. എന്ത് ഇന്ന് താൻ വാർത്താ സമ്മേളനം നടത്തി പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയവും അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളും മാത്രമേ താൻ കേൾക്കുകയുള്ളൂ, അതിന് മാത്രമേ മറുപടിയും നൽകുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മറ്റ് വിഷയങ്ങളിലെ ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ അകന്നു നിന്നത്. പ്രധാനമായും പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം രാഹുൽ ഗാന്ധി വാർത്താ സമ്മേളനം നടത്തുമ്പോൾ അതിൽ രാഹുലിൻ്റെ മറ്റൊരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ചയാകും എന്ന് തന്നെയാണ് കരുതിയത്. ആ ഒരു സാഹചര്യത്തിൽ വയനാട് ഉൾപ്പെടെയുള്ള രണ്ടാമതൊരു മണ്ഡലത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നുമുള്ള ഒരു വിലയിരുത്തലായിരുന്നു പൊതുവെ ഉണ്ടായത്. എന്നാൽ അത്തരത്തിലുള്ള ഒരു സാധ്യതകളെയൊക്കെ തന്നെ പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഒരു ചോദ്യവും താൻ വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ട് ഉദ്ദേശിച്ച വിഷയം എന്താണോ ആ വിഷയത്തെക്കുറിച്ച് മാത്രമേ പ്രതികരിക്കാനുള്ളൂ എന്ന് അദ്ദേഹം വ്യക്തമാക്കിയത്. ഇതിൻ്റെ ഭാഗമായി തന്നെ അദ്ദേഹം മറ്റ് ചോദ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മാറി നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളതെങ്കിലും അതിനൊക്കെ തന്നെ താൻ നാളെ വാർത്താ സമ്മേളനം വീണ്ടും നടത്തും, അപ്പോൾ മറുപടി നൽകാൻ തയ്യാറാണ് എന്നുള്ള ഒരു വാക്കായിരുന്നു അദ്ദേഹം നൽകിയത്. ഏതായാലും ഇതോടുകൂടി രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള അനിശ്ചിതത്വം വീണ്ടും തുടരുകയാണ് എന്ന് വേണം വിലയിരുത്താൻ. കാരണം പ്രവർത്തക സമിതി യോഗത്തിലും പ്രധാനമായും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ചർച്ചയായിട്ടില്ല എന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. അതിൻ്റെ ഭാഗമായാണ് കാര്യമായ പ്രതികരണങ്ങൾ അദ്ദേഹം നടത്താഞ്ഞത് എന്നാണ് കരുതുന്നത്. ഏതായാലും വൈകുന്നേരം 3:30 കോൺഗ്രസിൻ്റെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം സോണിയാഗാന്ധിയുടെ വസതിയിൽ ചേരുന്നുണ്ട്. ആ കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ പ്രധാനമായും ബീഹാർ, രാജസ്ഥാൻ, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്യുക. അതോടൊപ്പം തന്നെ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വവും ഒരുപക്ഷെ ചർച്ച ചെയ്യും. കാരണം നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ വടകര അതുപോലെ തന്നെ വയനാട് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇനിയും വൈകാതെ ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കേണ്ടുന്ന ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിക്കുണ്ട്. ആ ഒരു വിഷയം ചർച്ച ചെയ്യുന്ന വേളയിൽ ഈ രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വം അവിടെ ഉയർന്നു വരും. കാരണം PCC കേരളത്തിൽ നിന്നും ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ വിഷയം ഏതായാലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അന്തിമമായ തീരുമാനം ഈ ഒരു തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് ശേഷം ഉണ്ടാകുമെന്ന് തന്നെയാണ് വിലയിരുത്തേണ്ടത്. കാരണം ഇനിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 സീറ്റുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ തിരിച്ചടിയായി മാറുമെന്ന് തന്നെയാണ് കരുതുന്നത്. നിലവിൽ 2 സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാത്തതിൻ്റെ ഭാഗമായി UDFൻ്റെ കൺവെൻഷനുകളും അതുപോലെ തന്നെ ഔദ്യോഗികമായ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊന്നും തന്നെ നടക്കാത്ത സാഹചര്യമാണുള്ളത്. അതൊക്കെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇനിയും നീട്ടാതെ തന്നെ കോൺഗ്രസ് പോകും എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാകുമ്പോൾ സ്വാഭാവികമായും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെ അനിശ്ചിതത്വവും അവസാനിക്കുമെന്ന് തന്നെ കരുതേണ്ടി വരും. ഏതായാലും വൈകുന്നേരം 4 മണിക്ക് കോൺഗ്രസിൻ്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ വീണ്ടും മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിലും വീണ്ടും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുമെന്ന് തന്നെയാണ് കരുതുന്നത്. മറ്റ് ചില വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഭാഗമായാണ് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഏതായാലും ആ വാർത്താ സമ്മേളനത്തിലും രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുമെന്നുള്ളത് ഉറപ്പാണ്. അവിടെയും പ്രതികരണങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് ഏതായാലും കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇന്ന് രാവിലെ മുതൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു പ്രതികരണങ്ങളോ അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിക്കാതെ അദ്ദേഹം പൂർണ്ണമായും മറ്റ് പ്രവർത്തക സമിതി യോഗത്തിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മറുപടികളും അതുപോലെ തന്നെ നീക്കങ്ങളും ഒക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് എന്ന് തന്നെയാണ് കരുതുന്നത്. അതേസമയം തന്നെ ഇന്ന് രാവിലെ NDTV ദേശീയ മാധ്യമമായ പാവപ്പെട്ട കുടുംബങ്ങൾക്ക്
കുടുംബങ്ങൾക്ക് മിനിമം വരുമാന പദ്ധതിയുമായി കോൺഗ്രസ്. പാർട്ടി അധികാരത്തിൽ വന്നാൽ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വർഷത്തിൽ 72,000 രൂപ അക്കൌണ്ടിൽ ഉറപ്പാക്കുമെന്ന് രാഹുൽ ഗാന്ധി. ഏറ്റവും ദരിദ്രരായ 20% ആളുകൾക്കാണ് ഫലം ലഭിക്കുക. 6,000 രൂപ മുതൽ 12,000 രൂപ വരെ പ്രതിമാസം മിനിമം വേതനം ഉറപ്പാക്കുമെന്നും രാഹുൽ അറിയിച്ചു. तो कांग्रेस पार्टी गारंटी करती है कि हिंदुस्तान के 20% सबसे गरीब परिवारों को, शौक मत होना, अभी धमाका बढ़ने जा रहा है, 20% सबसे गरीब परिवारों को हर साल 72,000 रुपए देने जा रही है. 5 करोड़ फैमिलीज, 25 करोड़ लोगों को डायरेक्ट इस स्कीम का फायदा मिलेगा. ശരത്തിലേക്ക് തന്നെ പോവുകയാണ്. ശരത്ത്, എന്താണ് കോൺഗ്രസിന്റെ ഈ മിനിമം വരുമാന പദ്ധതി? അതിലൂടെ എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും പ്രിയ, കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി യോഗം കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ കോൺഗ്രസ് ഏറ്റവും ശക്തമായി പ്രചരണായുധമാക്കാൻ വേണ്ടി പോകുന്ന മിനിമം വേതനവുമായി ബന്ധപ്പെട്ടുള്ള പദ്ധതി പ്രഖ്യാപിച്ചത്. ന്യായ് സ്കീം എന്നുള്ള പേരിലാണ് ഈ ഒരു പദ്ധതി ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ എന്താണ് മിനിമം വേതനവുമായി ബന്ധപ്പെട്ടുള്ള കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ പദ്ധതി അവതരിപ്പിക്കാൻ വേണ്ടി പോവുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കഴിഞ്ഞ 5 വർഷക്കാലമായി വലിയ ദുരിതത്തിലൂടെയാണ് രാജ്യം കടന്നുപോയത്. അതിന് അവസാനം കുറിക്കാനുള്ള സമയമായിരിക്കുന്നു. അത് ലക്ഷ്യമാക്കിക്കൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്ക് മിനിമം വരുമാനം കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഉറപ്പു നൽകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. അതായത് മിനിമം വരുമാനം 12,000 രൂപ നൽകാൻ സർക്കാർ തയ്യാറാകും. അതിൽ 12,000 രൂപയിൽ ഒരു വ്യക്തിക്ക് എത്ര രൂപ കുറവുണ്ടോ ആ രൂപ നൽകാൻ സർക്കാർ തയ്യാറാകും. അത് അവരുടെ ബാങ്കുകളിലേക്ക് ഡിപ്പോസിറ്റ് ചെയ്യാൻ സർക്കാർ തയ്യാറാകുമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ രീതിയിൽ കോൺഗ്രസ് ലക്ഷ്യമിടുന്നത് 5 കോടി കുടുംബങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് എന്നും 25 കോടി ജനങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. മുൻപ് UPA സർക്കാർ അധികാരത്തിലുണ്ടായ സമയത്ത് 14 കോടിയോളം വരുന്ന ജനങ്ങളുടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കാൻ വേണ്ടി പറ്റിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു പദ്ധതിയും കോൺഗ്രസ് ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഈ രീതിയിൽ ഒരു കുടുംബത്തിന് വർഷം 72,000 രൂപ ഉറപ്പാക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ഏതായാലും കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ പ്രകാരം 20% വരുന്ന രാജ്യത്തെ ജനങ്ങൾക്ക് ഈ ഒരു പദ്ധതിയുടെ ഗുണം ലഭിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഇത് സംബന്ധിച്ച് ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കുന്നതിന് മുൻപായി തന്നെ പൂർണ്ണമായും ഗൃഹപാഠം ചെയ്തുകൊണ്ടാണ് തങ്ങൾ ഈ ഒരു വാഗ്ദാനം രാജ്യത്തിന് മുൻപാകെ സമർപ്പിക്കുന്നത് എന്നാണ് കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്നാൽ അതേസമയം തന്നെ ഏത് രീതിയിലാണ് ഈ ഇത്രമേൽ വിഭവ സമാഹരണം നടത്തുക എന്നതിനെ സംബന്ധിച്ചുള്ള ഗൃഹപാഠവും ഞങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുമാണ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണങ്ങൾ ആവശ്യമാണ് എങ്കിൽ, സാങ്കേതികമായുള്ള കൃത്യമായ മറുപടികൾ ആവശ്യമാണ് എങ്കിൽ അത് കോൺഗ്രസിന്റെ പ്രകടന പത്രിക തയ്യാറാക്കുന്ന P. ചിദംബരം നൽകും എന്നുള്ള ഒരു വ്യക്തമായ സന്ദേശവും അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏതായാലും BJP നേരത്തെ തന്നെ കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം ബജറ്റിലൂടെ നടത്തിയിരുന്നു. ആ കിസാൻ സമ്മാൻ നിധിക്ക് മറുപടി എന്നുള്ള രീതിയിലാണ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇപ്പോൾ കോൺഗ്രസ് ഈ ഒരു വാഗ്ദാനം ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ഏതായാലും തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ട്രംപ് കാർഡ് എന്നുള്ള രീതിയിൽ ഈ ഒരു പദ്ധതിയെ കോൺഗ്രസ് അവതരിപ്പിക്കും. ന്യായ് എന്നുള്ള പേരിലുള്ള ഈ ഒരു പദ്ധതിയെ അവതരിപ്പിക്കുമെന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇത് ഏതായാലും ഏപ്രിൽ ആദ്യവാരത്തോടുകൂടി പ്രകടന പത്രിക ഇറക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ട്രംപ് കാർഡായി ഈ ഒരു വാഗ്ദാനം വരുമെന്ന് തന്നെ കരുതുന്നു. എന്നാൽ അതേസമയം തന്നെ ഇപ്പോൾ നിലവിൽ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്നും മറ്റു ചില കാര്യങ്ങൾ കൂടി വായിച്ചെടുക്കേണ്ടതുണ്ട്. ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ രാഹുൽ ഗാന്ധി ഈ പദ്ധതിയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആദ്യമായി 2 ആശങ്കകളാണ് ഉയരുന്നത്. അത് ഇപ്പോൾ കോൺഗ്രസ് പറയുന്നത് പോലെ മിനിമം വേതനം ഉറപ്പാക്കുമെന്ന് പറയുമ്പോൾ ഇത് ഫിൻലൻഡ് മാതൃകയെ അവലംബിച്ചുകൊണ്ട്, ഫിൻലൻഡിൽ അടിസ്ഥാന വരുമാനം ഉറപ്പാക്കിക്കൊണ്ട് അവിടുത്തെ സർക്കാർ അവലംബിക്കുന്ന രീതിയുണ്ട്. ആ രീതിയെ അവലംബിച്ചുകൊണ്ടുള്ള പദ്ധതിയാണോ ഇവിടെ നടപ്പിലാക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള ആശങ്കകൾ ഇപ്പോഴും നിലവിലുണ്ട്. കാരണം ഫിൻലൻഡിൽ അടിസ്ഥാന വരുമാനം സർക്കാർ ഉറപ്പു നൽകുമ്പോഴും അവിടെ മറ്റ് ഒരു കാരണവശാലുമുള്ള സബ്സിഡികൾ അനുവദിക്കുന്നില്ല. ഭക്ഷ്യ സബ്സിഡി ആയിക്കോട്ടെ, അതുപോലെ തന്നെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള സബ്സിഡി ആയിക്കോട്ടെ, അങ്ങനെ ഒരു സബ്സിഡികളും ആ രാജ്യത്ത് അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ ആ ഒരു മാതൃകയാണോ ഇന്ത്യയിലും അവലംബിക്കാൻ വേണ്ടി പോകുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴും നിലവിലില്ല. അങ്ങനെയാണ് എങ്കിൽ ഈ ഒരു മിനിമം വേതനം എന്നുള്ള ഒരു വാഗ്ദാനം
കൃത്യമായും ആ മിനിമം വേതനം എന്ന വാഗ്ദാനത്തിലൂടെ പൊതിഞ്ഞ് സബ്സിഡികളൊക്കെ തന്നെ ഇല്ലാതാക്കാനുള്ള നീക്കമാണോ നടക്കുന്നത് എന്നുള്ള ചോദ്യവും ഉയരും. കാരണം ഇവിടെ രാജ്യത്ത് നിലവിൽ പല വിധത്തിലുള്ള സബ്സിഡികളൊക്കെ തന്നെ നിലവിലുണ്ട്. കാർഷിക മേഖലയെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായുള്ള സബ്സിഡികളൊക്കെ തന്നെ ഒരു വശത്ത് നൽകുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് അനുഗുണമാകുന്ന രീതിയിലുള്ള സബ്സിഡികളൊക്കെ തന്നെ ഒരു വശത്ത് നൽകുന്നു. അവയൊക്കെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു മിനിമം വേതനം നടപ്പിലാക്കാനാണോ ലക്ഷ്യമിടുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത ഇപ്പോഴുമില്ല. ഇത് പൂർണ്ണമായും പദ്ധതിയെ വിശദീകരിക്കുമ്പോൾ കോൺഗ്രസിന് ഈ കാര്യത്തെക്കുറിച്ച് മറുപടി പറയേണ്ടുന്നതായ സാഹചര്യം വരും. അതുപോലെ തന്നെ നിലവിൽ എല്ലാ കേന്ദ്രാവിഷ്കൃത പദ്ധതികളും പൂർണ്ണമായും കേന്ദ്ര സർക്കാർ ഫണ്ടിങ്ങിലൂടെയല്ല നടപ്പിലാക്കുന്നത്. അതിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഒരു വിഹിതം അവരുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം എന്നുള്ള നിലയിൽ വിനിയോഗിക്കേണ്ടുന്നതായ സാഹചര്യം വരും. ഈ പദ്ധതിയിൽ ഏത് രീതിയിലാണ് സംസ്ഥാനങ്ങൾ ഫണ്ട് വിനിയോഗിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചുള്ള നിരീക്ഷണങ്ങൾ അല്ലെങ്കിൽ വീക്ഷണം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ എന്നതും ഇപ്പോഴും കൃത്യമായി ഒരു വ്യക്തതയില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഭാഗമായി കോൺഗ്രസ് അവതരിപ്പിക്കുമ്പോഴും ഏറ്റവും മർമ്മപ്രധാനമായ ഈ ഒരു രണ്ട് ആശങ്കകൾക്ക് കൂടി കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും. ആ ആശങ്കകൾ ഇപ്പോൾ ഈ ഒരു വാർത്താ സമ്മേളനത്തിൽ നിന്ന് ദൂരീകരിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. എന്നാൽ അതേസമയം തന്നെ ഗ്രാമീണ മേഖലയിൽ സാധാരണക്കാരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJPയുടെ കിസാൻ സമ്മാൻ നിധിയെ കൃത്യമായും പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കുന്ന രീതിയിലുള്ള ഒരു പ്രചരണായുധം തന്നെയായി കോൺഗ്രസ് ഈ ഒരു പദ്ധതിയെ ഉപയോഗപ്പെടുത്തുമെന്നുള്ള കാര്യം ശരത്, വയനാട് സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് യാതൊന്നും പറയാതെ രാഹുൽ ഗാന്ധിയുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞിരിക്കുകയാണ്. പകരം കോൺഗ്രസിന്റെ മിനിമം വരുമാന പദ്ധതിയെക്കുറിച്ചാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചത്. വിശദാംശങ്ങളാണ് ശരത് നൽകിയത്. പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റിൽ പോലും അനിശ്ചിതത്വമെന്ന് പരിഹസിച്ചു കോടിയേരി. ഇതുപോലുള്ള കോപ്രായം ഒരു തെരഞ്ഞെടുപ്പിലും കണ്ടിട്ടില്ല. കോൺഗ്രസ് ചെന്നുപെട്ടിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ തെളിവാണിതെന്നും കോടിയേരി കോഴിക്കോട് പറഞ്ഞു. പ്രഖ്യാപനങ്ങൾ ഇലക്ഷൻ എടുത്ത് വരുമ്പോൾ കോൺഗ്രസിന്റെ ഒരു സ്ഥിരം പതിവാണ്. ഗരീബി ഹടാവോ എന്നായിരുന്നു, ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യും എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി. ഇവിടെ ദാരിദ്ര്യക്ക് താഴെ നിൽക്കുന്നവരുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. ദക്കാരി ഹടാവോ എന്നുള്ളതും കോൺഗ്രസിന്റെ മുദ്രാവാക്യമായിരുന്നു. തൊഴിലില്ലായ്മ തുടച്ചു നീക്കും. ഇന്ത്യയിൽ തൊഴിലില്ലാത്തവരുടെ എണ്ണം പെരുകുകയാണ് കോൺഗ്രസ് ഭരണകാലത്ത് ചെയ്യുന്നത്. ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും ജോലി, ഒരു കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ജോലി. ഈ മുദ്രാവാക്യങ്ങളൊക്കെ കോൺഗ്രസിന്റെ മുദ്രാവാക്യങ്ങൾ. ആ മുദ്രാവാക്യങ്ങൾക്ക് ഏറ്റ അവസ്ഥ തന്നെയാണ് ഈ മുദ്രാവാക്യത്തിനും ഈ വാഗ്ദാനത്തിനും സംഭവിക്കുന്നത്. ലതീഷ് ചേരുന്നുണ്ട് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. ലതീഷ്, എന്താണ് കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞിരിക്കുന്നത്? രാഹുൽ ഗാന്ധിയുടെ മിനിമം വേതനം പ്രഖ്യാപനത്തെ കുറിച്ചാണ് കോടിയേരി ആദ്യം പ്രതികരിച്ചത്. ഇത് കോൺഗ്രസിന്റെ സ്ഥിരം ഇലക്ഷൻ കാലത്തെ പ്രഖ്യാപനം പോലെ ആവും ഈ പുതിയ പ്രഖ്യാപനവും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. മുൻകാല പ്രഖ്യാപനങ്ങളെല്ലാം എന്തായി എന്നും അദ്ദേഹം ചോദിച്ചു. പ്രത്യേകിച്ച് ദാരിദ്ര്യം തുടച്ചുമാറ്റും, തൊഴിലില്ലായ്മ തുടച്ചുമാറ്റും എന്നടക്കമുള്ള പ്രഖ്യാപനങ്ങൾ ഇതിന് മുൻ വർഷങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുകയും രാജ്യത്തിന് മുമ്പാകെ വെക്കുകയും തെരഞ്ഞെടുപ്പിന് നേരിട്ട ചരിത്രവുമുണ്ട്. ആ തെരഞ്ഞെടുപ്പ് നേരിട്ട ശേഷം കോൺഗ്രസ് ഭരിക്കുകയും ഭരണത്തിന് ശേഷം ദാരിദ്ര്യമാണെങ്കിൽ ദാരിദ്ര്യവും ഉയർന്ന സാഹചര്യമാണുള്ളത്. അതേപോലെ തന്നെ തൊഴിലില്ലായ്മയും വർദ്ധിക്കുന്ന സാഹചര്യം തന്നെയാണ് ഈ രണ്ട് മുദ്രാവാക്യങ്ങളും തെരഞ്ഞെടുപ്പിൽ മുൻനിർത്തി മത്സരിക്കുകയും ജയിക്കുകയും ചെയ്ത ശേഷം കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്ന് കോടിയേരി പറഞ്ഞു. ഈ മുൻകാല അനുഭവം വെച്ചുകൊണ്ട് ഇന്നത്തെ രാഹുൽ ഗാന്ധിയുടെ മിനിമം വേതനം പ്രഖ്യാപനവും അതുപോലുള്ള ഒരു ഇലക്ഷൻ സ്റ്റണ്ട് മാത്രമാണ്. സ്റ്റണ്ട് എന്നുള്ള പദം ഉപയോഗിച്ചില്ല എങ്കിൽ പോലും ഇലക്ഷൻ കാലത്തെ ഒരു പ്രചരണം അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം മാത്രമായി മാറുമെന്ന് കോടിയേരി പറയുകയുണ്ടായി. മറ്റൊന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചത് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അനിശ്ചിതത്വമാണ്. ഇത് ഈ പാർട്ടി അധ്യക്ഷൻ മത്സരിക്കുന്ന സീറ്റിൽ പോലും അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണ് കോൺഗ്രസിനുള്ളത് എന്ന് അദ്ദേഹം പരിഹാസത്തോടെ ചോദിക്കുകയുണ്ടായി. ഇതുപോലൊരു കോപ്രായം ഒരു തെരഞ്ഞെടുപ്പിലും കേരളത്തിൽ കണ്ടിട്ടില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ നിയമസഭാ തെരഞ്ഞെടുപ്പിലോ ഇത്തരത്തിലൊരു കോപ്രായം കണ്ടിട്ടില്ല. കാരണം വടകരയിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാതെ മുരളീധരൻ വോട്ട് പിടിക്കുന്ന സാഹചര്യം, വയനാട്ടിൽ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥി ടി സിദ്ദീഖ് റോഡ് ഷോയും മറ്റും നടത്തി വോട്ട് പിടിക്കുകയും പിന്നീട് മാറിയെടുക്കുകയും ചെയ്യുന്ന സാഹചര്യം, ഇത് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം ഇത്തരത്തിലൊരു കോപ്രായം മുൻകാല തെരഞ്ഞെടുപ്പുകളിലൊന്നും കേരളത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത്. കോൺഗ്രസ് ചെന്നുവിട്ടിട്ടുള്ള രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ
തെളിവാണ് ഇത്തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതെന്നും പറയുകയുണ്ടായി. പ്രിയ. ശരി, ലതീഷാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് AICC ജനറൽ സെക്രട്ടറി ഉമ്മൻചാണ്ടി. രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഐക്യകണ്ഠേനയാണ് ആവശ്യം ഉന്നയിച്ചതെന്നും ഇത് സംബന്ധിച്ച തീരുമാനം ഇന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. PC ചാക്കോയുടെ വിമർശനത്തിന് ഉമ്മൻചാണ്ടി പ്രതികരിച്ചില്ല. രാഹുൽജി കേരളത്തിൽ നിന്ന് മത്സരിക്കണമെന്ന് ശക്തമായിട്ട് സംസ്ഥാന നേതൃത്വം ഒന്നടങ്കം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ആവശ്യം അംഗീകരിക്കണമെന്നുള്ളതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പരിഗണനയിലാണ്. ഇന്ന് തീരുമാനമുണ്ടാകും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുകയാണ്. എല്ലാ പ്രതീക്ഷയും അദ്ദേഹം സംസ്ഥാനത്തു നിന്നുള്ള ഈ ആവശ്യം ഉൾക്കൊള്ളുമെന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിയായിട്ട് ഉയർന്നു വന്നിരുന്ന പേര് T. സിദ്ദിഖിൻ്റെയാണ്. അദ്ദേഹം തന്നെ അത് സ്വാഗതം ചെയ്യുകയും അവിടെ ഇലക്ഷൻ കമ്മിറ്റി രൂപീകരിക്കാൻ കൂടിയ യോഗം രാഹുൽജിയെ സ്വാഗതം ചെയ്തുകൊണ്ട് അവിടെ പ്രകടനം നടത്തി പിരിയുകയുമാണ് ചെയ്തിട്ടുള്ളത്. നിശ്ചയമായിട്ടും രാഹുൽജി അനുകൂലമായി പരിഗണിക്കുമെന്ന് പൂർണ്ണ വിശ്വാസമാണ്. രാഹുൽ ഗാന്ധിയുടെ ഭാവി രാഷ്ട്രീയം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണ് വയനാട് സീറ്റെന്ന് G. സുധാകരൻ. രാഹുൽ കേരളത്തിൽ മത്സരിക്കുന്നതോടെ പ്രധാനമന്ത്രി സ്ഥാനം തുലാസിലാണെന്നും G. സുധാകരൻ ആലപ്പുഴയിൽ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ BJP ആണോ? ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെന്നാ പറയുന്നത്. സ്വന്തം നാട്ടിൽ നിന്ന് ഒളിച്ചോടിയെന്നാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത്. അതിന് സമാനം പറഞ്ഞല്ലോ വരെ. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ വളർച്ചയെ തകർക്കാനുള്ള ഒരു കോൺഗ്രസ് നടന്നത് ആ വലയിൽ അയാൾ വീഴുകയാണുണ്ടായത്. ഇപ്പോഴും വേണ്ടതായിട്ടില്ല. അദ്ദേഹത്തിന്റെ ഭാവി പ്രധാനമന്ത്രി സ്ഥാനമാണ് ഇപ്പൊ തുലാസിലാണെന്ന് കേരളത്തിൽ വരുമെന്ന് പറഞ്ഞത് വഴി അദ്ദേഹം ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് യാതൊരു പ്രശ്നമില്ല. കൂടുതൽ VVPAT രസീതുകൾ എണ്ണുന്നതിൽ പ്രായോഗിക ബുദ്ധിമുട്ടുണ്ടോ എന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സുപ്രീംകോടതി. തെരഞ്ഞെടുപ്പിലെ സുതാര്യത ഉറപ്പാക്കാൻ ഒരു അസംബ്ലി മണ്ഡലത്തിലെ ഒരു ബൂത്തിലെ VVPAT രസീതുകൾ എണ്ണിയാൽ മതിയെന്ന് ഡെപ്യൂട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുദീപ് ജെയിൻ കോടതിയെ അറിയിച്ചു. എന്നാൽ ഈ വാദത്തിന്റെ യുക്തി വ്യക്തമാക്കി വ്യാഴാഴ്ച വൈകുന്നേരം 4 മണിക്ക് മുൻപായി സത്യവാങ്മൂലം സമർപ്പിക്കണമെന്ന് ചീഫ് ജസ്റ്റിസ് ഉത്തരവിട്ടു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രോട്ടോകോളും നടപടിക്രമങ്ങളും ഒക്കെ കൃത്യമായി നവീകരിച്ചിരുന്നുവെങ്കിൽ VVPAT നിർബന്ധമാക്കാൻ സുപ്രീംകോടതിക്ക് എന്തുകൊണ്ട് ഇടപെടേണ്ടി വന്നുവെന്നും ചീഫ് ജസ്റ്റിസ് ചോദിച്ചു. കോടതികൾ അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും നവീകരണത്തിൽ നിന്ന് മാറി നിൽക്കരുതെന്ന് കോടതി നിരീക്ഷിച്ചു. 50% VVPAT എണ്ണുന്നതിലൂടെ ഫലപ്രഖ്യാപനത്തിൽ പരമാവധി 4 മണിക്കൂർ കാലതാമസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന് ഹർജിക്കാരായ 21 പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ കോടതിയിൽ വാദിച്ചു. ഏപ്രിൽ 1 ഹർജി വീണ്ടും പരിഗണിക്കും. BJP കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത് ആരംഭിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പിന്നിലായെന്ന് വിലയിരുത്തൽ. BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ വൈകുന്നതിലും അതൃപ്തി. വിവരങ്ങളുമായി റിനു ചേരുകയാണ്. റിനു, യോഗം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? പ്രധാന ചർച്ചാ വിഷയം എന്താണ്? തിരുവനന്തപുരത്ത് ചേർന്ന കോർ കമ്മിറ്റി യോഗം ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. കോർ കമ്മിറ്റി യോഗത്തിന് ശേഷം BJPയുടെയും അതുപോലെ തന്നെ RSSന്റെയും ജില്ലാ നേതാക്കളുടെ ഒരു നേതൃയോഗം തുടർന്ന് നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിലെ സ്വീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും കോർ കമ്മിറ്റി യോഗത്തിൽ ചർച്ച ചെയ്തത് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. അതായത് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ഇടയിൽ BJPയുടെ പ്രവർത്തനങ്ങൾ, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളെല്ലാം തന്നെ പിന്നിലേക്കാണ് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു വിഷമമുണ്ട് സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ ഇടയിൽ. അതെല്ലാം തന്നെ മാറ്റി നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് വരണം എന്നുള്ള ഒരു നിലപാടാണ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വന്നത്. മറ്റൊന്ന് വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി മത്സരിക്കാനായി കോൺഗ്രസിന്റെ പാർട്ടി സീറ്റിൽ രാഹുൽ ഗാന്ധി വരികയാണെങ്കിൽ BJPയുടെയും അതേ തരത്തിലുള്ള ഒരു ദേശീയ നേതാവിനെ തന്നെ കൊണ്ടു നിർത്തി മത്സരിപ്പിക്കണം എന്നുള്ള ഒരു കാര്യവും കോർ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നു വരികയുണ്ടായി. എന്തായാലും ഇലക്ഷനിൽ NDA സ്ഥാനാർത്ഥികളെല്ലാം തന്നെ പിന്നിലേക്കാണ് പോകുന്നത്. BDJSന്റെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത്, BJPയുടെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകാത്തത്, ഇതെല്ലാം തന്നെ സാധാരണക്കാരായിട്ടുള്ള പ്രവർത്തകരുടെ മനസ്സിൽ വലിയ രീതിയിലുള്ള വിഷമം ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. അതെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് മുന്നിലേക്ക് വരണം. കോർ കമ്മിറ്റി യോഗം തിരുവനന്തപുരത്ത്
അവസാനിച്ചിരിക്കുന്നു. വിവരങ്ങളാണ് റിനു നൽകിയത്. പൊള്ളാച്ചി പീഡന സംഭവത്തെക്കുറിച്ചും നടി നയൻതാരയ്ക്കെതിരെയും ലൈംഗിക ചുവയോടെ പൊതുവേദിയിൽ പരാമർശം നടത്തിയ നടനും DMK നേതാവുമായ രാധാരവിയെ DMK സസ്പെൻഡ് ചെയ്തു. നയൻതാര അഭിനയിച്ച കൊലയുതിർ കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു രാധാരവി വിവാദ പരാമർശം നടത്തിയത്. വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ടിലൂടെ പൊള്ളാച്ചിയിൽ പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിലാണ് സംഭവത്തെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലും നടി നയൻതാരയെ അപമാനിച്ചുകൊണ്ടും നടനും DMK നേതാവുമായ രാധാരവി വിവാദ പരാമർശവുമായി രംഗത്തുവന്നത്. പൊതുവേദിയിൽ ലൈംഗിക ചുവയോടെയുള്ള പരാമർശം നടത്തിയതിനെ തുടർന്ന് രാധാരവിയെ DMK നേതൃത്വ സ്ഥാനത്തു നിന്നും സസ്പെൻഡ് ചെയ്തു. നയൻതാര അഭിനയിച്ച കൊലയുതിർക്കാലം എന്ന ചിത്രത്തിന്റെ ട്രെയിലർ പുറത്തിറക്കുന്ന ചടങ്ങിൽ വെച്ചായിരുന്നു രാധാരവിയുടെ വിവാദ പരാമർശം. പാർട്ടി അച്ചടക്കം ലംഘിച്ചതിനാൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും എല്ലാ പദവികളിൽ നിന്നും രാധാരവിയെ നീക്കുന്നതായി DMK ജനറൽ സെക്രട്ടറി K. അൻപഴകൻ ഇന്നലെ രാത്രി പുറത്തിറക്കിയ പ്രസ്താവനയിൽ അറിയിച്ചു. തുടർന്ന് ഗായക ചിന്മയി, സംവിധായകൻ വിഘ്നേഷ് ശിവൻ തുടങ്ങിയവർ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തി. ദക്ഷിണേന്ത്യൻ ഡബ്ബിംഗ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ രവിക്കെതിരെ സിനിമാ സംഘടനാ പ്രമുഖരാരും പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്.